നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ സമരങ്ങളുടെ പേരിൽ കുട്ടികൾക്ക് മാപ്പ് കൊടുക്കാമെന്ന് കഴിഞ്ഞ ഒരു പാതിരാത്രിയിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ടായ ഈ മനംമാറ്റത്തിന് പിന്നിൽ? ഇതില് പ്രധാനമന്ത്രി ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ റീലുകൾ പുള്ളി കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്നുണ്ട്. ഇപ്പൊ ഒരു 5ാമത്തെ വീഡിയോ ആണ് പുള്ളി ഇട്ടേക്കണം. പക്ഷെ അതിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങളോട് കടുത്ത എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. പുള്ളി പറഞ്ഞൊരു കാര്യത്തിൽ ശരിയുണ്ട്. കാരണം പുള്ളിയെയും പുള്ളിയുടെ മാതാവിനെയും ഒക്കെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള, തെറി പറയുന്ന രീതിയിലുള്ള നിരവധി മീമുകൾ, അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ പ്രദീപെ, അതിനെതിരായിട്ട് ഇവരുടെയൊക്കെ വസ്ത്രങ്ങളും അതുപോലെ ഡ്രസ്സുകളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള മറ്റ് നിരവധി വൃത്തികെട്ട വീഡിയോകൾ BJPയുടെ IT സെല്ലും അവരുടെ താഴെത്തട്ടിലുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്. രണ്ടാമത്തത് നമുക്കറിയാലോ, ഇവിടുത്തെ TG മോഹൻദാസ് അടക്കം എന്താണ് പറഞ്ഞത്? ഇവർ റേപ്പ് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണ്, കൂട്ടബലാത്സംഗം നടന്നാൽ പരാതി കൊടുക്കാത്തവരാണെന്ന് പറയുന്ന ഭൂലോക വൃത്തികളൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് പ്രിയപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രിയോട് പറയാനുള്ളത്, ഈ 71 വയസ്സുള്ള ഈ പറയുന്ന TG മോഹൻദാസിനെയൊക്കെ പറഞ്ഞ് തിരുത്തൂ എന്നാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ കുട്ടികളുടെ കാര്യം തിരുത്താം. പിന്നെ കുട്ടികളിൽ വളരെ ചെറിയൊരു ശതമാനം ചെയ്തിട്ടുള്ളൂ. ആ ചെയ്തിട്ടുള്ള ചില കുട്ടികളിൽ ഇപ്പൊ ഒരു 15 വയസ്സുകാരിയൊക്കെ മാപ്പുമായി വന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾ പറഞ്ഞത് തെറ്റായി പോയത്. പക്ഷെ മാപ്പുമായി വന്നവരോട് എന്താണ് ഇവരുടെ സംഘപരിവാർ ബന്ധുക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സംഘപരിവാർ ബന്ധുക്കൾ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുമെന്നും പറഞ്ഞാണ് ഇപ്പം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു കാര്യം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം, ഈ അഭ്യാസത്തിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ശരിയാണ്. ഇപ്പൊ താങ്കളുടെ മാതാവിനെയോ അല്ലെങ്കിൽ താങ്കളെയൊക്കെയോ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മാതാവൊന്നും ഈ പിക്ചറിൽ ഇല്ലാത്ത ഒരാളാണ്. അവരെ കുറിച്ചൊന്നും പറയുന്നത് ഒട്ടും ശരിയല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ മോദിക്ക് വലിയ വേദനിച്ചു. ഇത് ഇന്ത്യക്ക് വലിയ കൾച്ചറൽ ഷോക്കായി പോയി. നമ്മുടെ പെൺകുട്ടികൾ എങ്ങനെയാണ് ഇത്ര മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് TG മോഹൻദാസിനെ പോലെ നിരവധി ആളുകൾ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഇനി ഇതൊക്കെ പോട്ടെ, ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ദുഃഖവും എത്രയോ വലിയ വിഷമവും ആയിരിക്കും പ്രദീപെ ഈ മരിച്ചുപോയ കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നത്. അത് മോദി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതെ. 22-23ഓളം കുട്ടികൾ ഈ അടുത്തിടെ മരണപ്പെടുകയും 70ഓളം കുട്ടികൾ മരണപ്പെടുകയും ചെയ്തു. അവർ ചെയ്ത് തെറ്റെന്താ? ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന മഹത്തായ ഒരു രാജ്യം, ആ രാജ്യം നടത്തുന്ന പരീക്ഷയിൽ വിശ്വസിച്ച് MBBS ഡോക്ടറാകാനും അതുവഴി ആതുര സേവനം നടത്താനും വേണ്ടി അവർ 8ാം ക്ലാസ് മുതൽ 5 കൊല്ലം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് 12ാം ക്ലാസ് വരെ പഠിച്ചു. ആ പഠിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ നിങ്ങൾ നടത്തിയ തെറ്റുകൊണ്ട് അവർ ഈ ലോകം വിട്ടു പോയി. അവരുടെ അച്ഛനും അമ്മയും ആജീവനാന്തം അനുഭവിക്കുന്ന വിഷമത്തിന്റെ 1% പോലും ആകുമോ ഇതുപോലെ അധിക്ഷേപം കേട്ടിട്ടുള്ള വിഷമം? അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നമുക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി, നിങ്ങൾ ആദ്യം ഇന്ത്യ രാജ്യത്തോടും ഇന്ത്യയിലെ യുവജനങ്ങളോടും മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അല്ലാതെ അത് ചെയ്യാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും വന്നിട്ട് കാര്യമില്ല. ഇപ്പൊ പണ്ട് ഇന്ത്യയിലൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന. അദ്ദേഹം നിർഭയ കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ മാപ്പ് ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ എൻ്റെ ഓർമ്മയിലെടുത്ത് പറഞ്ഞാണ്. അപ്പൊ അത്തരത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓസ്ട്രേലിയയിൽ ഒരു ഇന്ത്യൻ വംശജൻ തടവിലാക്കപ്പെട്ടപ്പോൾ, ഒരൊറ്റ ദിവസം തടവിലാക്കപ്പെട്ടുള്ളൂ. ആ തടവിലാക്കപ്പെട്ടപ്പോൾ അന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വന്ന് ആ പയ്യനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 93ഓളം കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ഒരു പരീക്ഷ ഞങ്ങൾക്ക് ഫലപ്രദമായി കൃത്യമായി നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ ആദ്യത്തെ മാപ്പ് പറയണം. അതിൽ മരണപ്പെട്ടു പോയ പിതാവിനോടും മാതാപിതാക്കളോടും അവരുടെ കുട്ടികളോടും മാപ്പ് പറയണം. അവരുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാപ്പ് പറയണം. മൂന്നാമതായിട്ട് അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ വേണ്ടി സ്വന്തം ജീവിതവും സ്വന്തം കരിയറും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും എത്തി CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ ലാത്തി കൊണ്ടടിക്കുകയും വൃത്തികെട്ട രീതിയിൽ ഉണ്ടാവുകയും പഴയ റിട്ടയർ ചെയ്ത് പോയ ഗുണ്ടകളെ പോലും ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിടുകയും ചെയ്തതിൽ താങ്കൾ ആദ്യമേ തന്നെ മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറഞ്ഞതിന് ശേഷം മാത്രം വിശാല ഹൃദയനായിട്ടുള്ള ഗർവാസി സാച്ചാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്താൽ മതി, പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ഷമിച്ചാൽ മതി. ശരിയാണ്, കുട്ടികൾ ചെയ്ത് തെറ്റുണ്ട്. പക്ഷെ കുട്ടികൾ ചെയ്തതിനേക്കാൾ എത്രയോ വലിയ തെറ്റാണ് അവരെ ലാത്തി കൊണ്ടും ആണി കൊണ്ടും ഷോക്കടിപ്പിക്കുകയും പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുകയും അതിൽ ഒരു വിദ്യാർത്ഥിയുടെ കണ്ണ്, അവരുടെ കാഴ്ചശക്തി തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്.
അവരിലെ ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുള്ള എത്ര വലിയ തെറ്റാണ്. അവര് ഈ പറയുന്ന മരണപ്പെട്ടു പോയ കുട്ടികളോട് ഒരു മാപ്പ് പറഞ്ഞാൽ പോലും തീരാൻ പറ്റാത്ത വലിയ പാതകമല്ലേ ഈ ഗവൺമെന്റ് ചെയ്ത്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് മറുപടി ഉണ്ടാവുകയും നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്തതിന് ശേഷം മാത്രം ഇൻസ്റ്റാഗ്രാമിൽ അടുത്ത റീലിലെങ്കിലും നമ്മളത് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്ന് അഭിസംബോധന ചെയ്യുന്നില്ല, നമ്മുടെ മാധ്യമങ്ങളെ കാണുന്നില്ല, അതായത് മൊത്തത്തിൽ അദ്ദേഹം ജനങ്ങളെ കാണുന്നില്ല. പക്ഷെ അദ്ദേഹം രാത്രി 11:30-12 മണിക്ക് ശേഷം എന്ത് ചെയ്തു, റീലുകൾ എടുത്തു ഇൻസ്റ്റാഗ്രാമിൽ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പൊ അദ്ദേഹത്തെ ഇന്ത്യയെ ഇത്രയും കാലം ദീർഘകാലം ഭരിച്ചൊരു പ്രധാനമന്ത്രി പിടികൂടിയ ഭയത്തിന്റെ വ്യാപ്തി എങ്ങനെയാണ് അത് കാണുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം വലിയ ഭയചകിതനാണ്. അദ്ദേഹം ഈ രോഷത്തിൽപ്പെട്ട് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഈ ഭയം തട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നുകയാണ് നമ്മൾ രാജാവായി കഴിഞ്ഞു, നമ്മൾ ചക്രവർത്തി ആയി കഴിഞ്ഞു, നമുക്കിനി ആരെയും ഭയക്കേണ്ടതില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ BJP എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷം സ്ട്രോങ് ആയിട്ടില്ല, കോൺഗ്രസ് അത്രത്തോളം കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്ന ആരോപണം, തൊട്ട വലിയ എതിരാളിയായിരുന്ന പശ്ചിമ ബംഗാളിൽ മമതാ പാർട്ടിയുടെ ഗവൺമെന്റിനെ തകർത്തു, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 7 പേരെ ഇങ്ങോട്ടെടുത്തു, ശിവസേനയെ അവർ ഭിന്നിപ്പിച്ചു. അങ്ങനെ യഥാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ ഞങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നു, ഏതാണ്ട് 35-40 കൊല്ലത്തേക്ക് ഇനി ഞങ്ങൾക്കൊരു പ്രതിപക്ഷം പോലുമില്ല, ഞങ്ങളിത് അജേയരായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന തോന്നലുള്ളപ്പോഴാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഇന്ത്യയിൽ രജിസ്റ്റർ പോലും ചെയ്യാത്ത വെറും ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയായിട്ടുള്ള CJP എന്ന് പറയുന്ന പാർട്ടി രംഗപ്രവേശം ചെയ്യുകയും അവരുടെ ശക്തി കണ്ട് അമ്പരന്ന് പോവുകയും 45-ാമത്തെ ദിവസം തന്നെ സ്വന്തം മന്ത്രിയെ പിൻവലിച്ചുകൊണ്ട് ഓടിയില്ലെങ്കിൽ ഇരിക്കുന്ന എൻ്റെ കസേര കൂടി പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭയചകിതരാവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു കാര്യം പ്രതി മനസ്സിലാക്കണം, ഈ കുട്ടികൾ പറഞ്ഞ മുഴുവൻ ഡിമാൻഡും അംഗീകരിച്ചു കൊടുത്തു, മുഴുവൻ. അതായത് ഒന്നുമില്ല, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചു, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യാം, അംഗീകരിക്കാം. മനസ്സിലായി? എല്ലാവർക്കും ലഡു മേടിച്ചോ അതും തരാം, എല്ലാവർക്കും പായസം വിതരണം നടത്തണോ അതും തരാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ സോനം വാങ്ചൂക്കിന്റെ ഒക്കെ കാലും കൈയും പിടിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ മുൻ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള JP നഡ്ഡ, ആരോഗ്യമന്ത്രിയായിട്ടുള്ള JP നഡ്ഡ, പാർലമെന്ററി കാര്യമന്ത്രിയായിട്ടുള്ള ജിതേന്ദ്ര പ്രസാദ്, ഇവര് 3 റൗണ്ട് അങ്ങോട്ട് ചെന്ന് ചർച്ച നടത്താൻ ഞങ്ങൾ അങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞത്. ജന്തർമന്ത്രി വരണോ, മറ്റേ വേറെ എവിടെയെങ്കിലും വരണമെന്ന് പറയണ്ട. അപ്പൊ അത്തരത്തിലുള്ള ചർച്ച നടത്തി യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാണ്, ഈ സമരം തീർക്കാൻ വേണ്ടി നോക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇവർ ശ്രമിച്ചതുപോലെ എന്താ, ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാതെ ഈ സമരം തീർക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ രാഹുൽ ഗാന്ധി ഒരു കമന്റ് പറഞ്ഞു, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ രാജിവെച്ചിട്ടല്ലാതെ വേറൊരു ചർച്ച പോലും ഇല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാം അംഗീകരിച്ചു കൊടുത്തു. അവരുടെ കഴിഞ്ഞ 12 കൊല്ലത്തെ ചരിത്രത്തിൽ കർഷക സമരത്തിൽ അവർ പരാജയപ്പെട്ടെങ്കിൽ പോലും അത് 1 കൊല്ലം എടുത്തു. പക്ഷെ ഇതിൽ അങ്ങനെ പോലുമല്ല, അടിമുട്ടി വിറച്ചു പോയൊരു സമരമാണ്. ആ ഭയത്തിന് കൂടി അടിസ്ഥാനത്തിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് റീഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് രാത്രി റീലുകളിലൂടെ പാവം നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, താങ്കൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യൂ, ഈ ഗവൺമെന്റ് ഈ ഇന്ത്യൻ യുവത്വത്തോടും ആ മരണപ്പെട്ടു പോയ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും മാപ്പ് പറയൂ എന്നാണ് ആദ്യം പറയാനുള്ളത്. എന്നിട്ടേ ബാക്കിയുള്ള എന്തെങ്കിലും തന്ത്രം വിജയിക്കാൻ സാധ്യതയുള്ളൂ.